ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ തേർഡ് സെമ്മായ ഹ്യൂമാനിറ്റീസിൻ്റെ ഇംഗ്ലീഷാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആർക്കെങ്കിലും നോട്ട്സ് വേണമെങ്കിൽ വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നോബൽ പ്രൈസ് അക്സെപ്ഷൻ സ്പീച്ച് ആണ്. അപ്പോൾ വങ്കാരി മത്തായി. നമുക്ക് ആദ്യം വങ്കാരി മത്തായി ആരാണ് എന്ന് നോക്കാം. വങ്കാരിയുടെ ഫുൾ നെയിമാണ് വങ്കാരി മൂത്ത മത്തായി. കെനിയയിലെ സോഷ്യൽ, എൻവിയോമെൻ്റൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രവർത്തകയാണ്. എൻവിയോമെൻ്റലുമായിക്കാണ്ട് ഒരുപാട് പരിസ്ഥിതി സംരക്ഷണത്തിനും മനുഷ്യാവകാശം നേടിയെടുക്കുന്നതിനും വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് പ്രശസ്തയാണ് വങ്കാരി മത്തായി. ഇൻ 1977 ഷീ ഫൗണ്ടഡ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. 1977 വങ്കാരി ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്ഥാപിക്കുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്യുന്നത് ട്രീ പ്ലാന്റിങ്, മരനട, എൻവിയോമെൻ്റൽ കൺസർവേഷൻ, അതായത് പരിസ്ഥിതി സംരക്ഷണം, പിന്നെ അതേപോലെ സ്ത്രീ ശാക്തീകരണം എന്നീ കാര്യങ്ങളാണ് മെയിനായിക്കാണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്തത്. ദ മൂവ്മെന്റ് എംപവർഡ് ലോക്കൽ കമ്മിറ്റീസ്, പർട്ടിക്കുലർലി വുമൺ, ബൈ പ്രൊവൈഡിങ് ദം വിത്ത് നോളജ് ആൻഡ് റിസോഴ്സസ്. ഈ ഒരു മൂവ്മെന്റ് നാട്ടുകാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് ഉപകാരപ്പെടുത്തിയത്. അതായത് മരങ്ങൾ നടുന്നതിന് വേണ്ട അറിവും റിസോഴ്സും അവർക്ക് നൽകി സ്ത്രീകൾക്ക്. ഇതിലൂടെ കാടുകളുടെ നശീകരണം തടയാനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും സഹായിച്ചു. അപ്പോൾ ഇൻ 2004 ഷീ ബിക്കം ദ ഫസ്റ്റ് അമേരിക്കൻ വുമൻ ടു വിൻ ദ നോബൽ പീസ് പ്രൈസ്. അപ്പോൾ 2004 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് വങ്കാരി. അപ്പോൾ 2004 ഡിസംബർ 10 അപ്പോൾ നോർവേയിലെ ഓസ്കോ സിറ്റി ഹാളിൽ വങ്കാരി മത്തായി തൻ്റെ നോബൽ സ്പീച്ച് നടത്തി. ആ ഒരു സ്പീച്ചാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് സ്പീച്ച് ഡീറ്റെയിൽ ആയിക്കാണ്ട് നോക്കാം. അപ്പോൾ വങ്കാരി മത്തായി എക്സ്പ്രസ് ഹെർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ വേൾഡ് ഫോർ ഹെർ നോബൽ പീസ് പ്രൈസ്. അപ്പോൾ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയതിന് ലോകത്തോട് നന്ദി പറയുകയാണ് ആദ്യം വങ്കാരി മാത ആ സ്പീച്ചിൽ ചെയ്യുന്നത്. ഹെർ ഗോൾ ഈസ് ടു കൺവേസ് ദ വേൾഡ് ദാറ്റ് ദ എൻവയോൺമെൻറ്റ് ഹാസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ. അതായത് മിക്ക ആളുകളും മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ വലിയ പ്രാധാന്യമാണ് പരിസ്ഥിതിക്കുള്ളത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ പ്രകൃതി, അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണ് വങ്കാരി മാത ചെയ്യുന്നത്. പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുകയും ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ലോകത്തെ എങ്ങനെ സഹായിച്ചുവെന്നും മാറ്റിമറിച്ചുവെന്നും വിശദീകരിക്കുകയും ചെയ്തു ആ ഒരു സ്പീച്ചിൽ അവർ. പിന്നെ അതേപോലെ തന്നെ ഷീ ദെൻ ക്ലാരിഫൈ ദ പ്രോബ്ലം സ്റ്റിൽ അക്യൂറിങ്. അതിനെ തുടർന്ന് ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അവർ ആ ഒരു സ്പീച്ചിൽ വ്യക്തമാക്കി തന്നു. അപ്പോൾ ഷീ ഗോഡ്സ് ഓൺ ടു മേക്ക് ഹെർ കോൾ ടു ആക്ഷൻ. അവർ ഇനിയും പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുമെന്ന് പറയാണ്. അപ്പോൾ വങ്കാരി മത്തായി ബിഗിൻസ് ഹെർ നോബൽ പീസ് പ്രൈസ് അക്സെപ്ഷൻ സ്പീച്ച്. അപ്പോൾ വങ്കാരി മത്തായി സ്പീച്ച് തുടങ്ങുമ്പോൾ ബൈ അഡ്രസ്സിങ് വേരിയസ് ഡൈഗ്നറ്ററീസ്. അപ്പോൾ ആ ഒരു സ്ത്രീ ഒരുപാട് ആളുകളെ അഡ്രസ്സ് ചെയ്യാണ്, അപ്പോൾ അഭിസംബോധന ചെയ്യാണ്. അതുപോലെ തന്നെ 2004 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ജേതാവ് എന്ന നിലയിൽ അഭിമാനം തോന്നുന്നു എന്ന് പറയാണ് ആ ഒരു സ്പീച്ചിൽ. അപ്പം മത്തായി വാസ് ദ ഫസ്റ്റ് അമേരിക്കൻ വുമൻ ടു റിസീവ് ദ നോബൽ പീസ് പ്രൈസ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, വങ്കാരി മത്തായിക്കാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയ ആദ്യ ആഫ്രിക്ക വനിത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി ഈ ഒരു സമ്മാനം കെനിയയിലെയും ആഫ്രിക്കയിലെയും തീർച്ചയായും ലോകമെമ്പാടുമുള്ള ജനങ്ങളിലെയും പേരിലാണ് ആ ഒരു സമ്മാനം ഏറ്റുവാങ്ങിയത് കേട്ടോ, അതായത് സ്വീകരിച്ചത്. ഈ ഒരു സമ്മാനം കിട്ടിയതിലൂടെ വങ്കാരി വിചാരിക്കാണ് സ്ത്രീകളും പെൺകുട്ടികളും അവരുടെ വോയിസ് അല്ലെങ്കിൽ സ്വരം ഉയർത്താനും ലീഡർഷിപ്പ് ഏറ്റെടുക്കാനും പ്രോത്സാഹിപ്പിക്കുമെന്ന് അവർ വിചാരിക്കുകയാണ്. പിന്നെ അതേപോലെ പുരുഷന്മാർക്കും ഈ ഒരു നേട്ടം അഭിമാനം നൽകും. ഷീ എക്സ്പെക്ട് ദാറ്റ് ദ പ്രൈസ് ഓൾസോ ബിഗിൻസ് ഇൻസ്പിറേഷൻ ടു ദ യൂത്ത് ആൻഡ് എൻകറേജ് ദം ടു പർച്ചേസ് ദെയർ ഡ്രീംസ്. അപ്പോൾ ഈ ഒരു സമ്മാനം യുവാക്കളെ അല്ലെങ്കിൽ യൂത്തിനെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ വേണ്ടി പ്രചോദിപ്പിക്കുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വങ്കാരി സ്പീച്ചിലൂടെ പറയുകയാണ് ചെയ്യുന്നത്.
പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ തുല്യത ഉറപ്പാക്കുന്നതിനും നിശബ്ദമായും അതായത് സൗണ്ട് ഇല്ലാതെ പലപ്പോഴും അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും പ്രവർത്തനത്തെ അവർ അംഗീകരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ സമാധാനത്തിന്റെ വിത്ത് നടുന്നു എന്നാണ് ആര് പറയുന്നത്? വങ്കാരി പറയുന്നത്. അതായത് ഒരുപാട് അംഗീകാരമില്ലാതെ അതായത് ഒന്നും പറയാതെ നല്ല കാര്യം ചെയ്യുന്ന ഒരുപാട് നമ്മുടെ ലോകത്ത് ഉണ്ട് എന്നാണ് അപ്പം മത്തായി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ട്ടോ. Mattai assumes that today they are proud and encourage them to advance their mission and meet the high expectation of the world. അപ്പോൾ ഇന്ന് അവർ അഭിമാനിക്കുന്നുവെന്നും അവരുടെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനും ലോകത്തിന്റെ ഉയർന്ന പ്രതീക്ഷകൾ നിറവേറ്റാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും മത്തായി ഉറപ്പു നൽകുന്നു. അതായത് ഈ പ്രവർത്തിക്കുന്ന ആളുകളെ ആട്ടോ ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വങ്കാരി മാതയെ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ ഒരു ബഹുമതി ആർക്കൊക്കെ? ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ പാർട്ട്നേഴ്സ്, പിന്നെ കൂടെ നിന്ന ലോകമെമ്പാടുമുള്ള സപ്പോർട്ടേഴ്സിന് അവർക്കെല്ലാം ഈ ഒരു ബഹുമതി ഡെഡിക്കേറ്റ് ചെയ്യും കൂടി ആ ഒരു സ്പീച്ചിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഷീ ഈസ് ഗ്രേറ്റ്ഫുൾ ടു ദ പീപ്പിൾ ഓഫ് കെനിയ. കെനിയയിലുള്ള ആളുകളോട് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തിനാണ്? അപ്പൊ ജനാധിപത്യം യാഥാർത്ഥ്യമാക്കാനും അവരുടെ പരിസ്ഥിതി സംരക്ഷിക്കാനും സഹായിച്ചവരായിരുന്നു കെനിയയിലുള്ള ആൾക്കാർ. അതുകൊണ്ട് അവരോട് നന്ദി പറയുന്നുണ്ട്. അപ്പൊ സപ്പോർട്ട് ഐ ആം ഹിയർ ടുഡേ. അപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെയാണ് സപ്പോർട്ട് നിന്നത്, ഞാൻ ഇന്നിവിടെ നിൽക്കാനാണ് എന്നും കൂടി പറയുന്നുണ്ട്. പ്രസിഡന്റുമാരായ നെൽസൺ മണ്ടേല, അപ്പൊ FWD ഡർക്ക്, ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടൂഡു, അന്തരിച്ച ചീഫ് ആൽമട്ട് ലുതൂലി, അന്തരിച്ച അൻവർ എൽ സാദത്ത്, UN സെക്രട്ടറി ജനറൽ കോഫി അന്നൻ തുടങ്ങിയ അറിയപ്പെട്ട അമേരിക്കൻ സമാധാന നോബൽ പ്രൈസ് ജേതാക്കളുടെ നിരയിൽ ചേരാൻ കഴിഞ്ഞതിൽ വങ്കാരി മത്തായി അതിയായ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ആ ഒരു സ്പീച്ചിൽ. അപ്പോൾ വങ്കാരി മത്തായി എൻകറേജസ് ആഫ്രിക്കൻ പീപ്പിൾ ടു യൂസ് ദ റെക്കഗ്നേഷൻ ഓഫ് ദ നോബൽ പീസ് പ്രൈസ് ടു സ്ട്രെങ്തൻ ദെയർ കമ്മിറ്റ്മെന്റ് ടു റിഡ്യൂസിങ് കോൺഫ്ലിക്റ്റ് ആൻഡ് പോവർട്ടി. അതായത് ആഫ്രിക്കയിലെ ജനങ്ങൾക്കായി വങ്കാരി ഒരു മെസ്സേജ് നൽകുകയാണ്. അതായത് സമാധാനത്തിലെ നോബൽ പ്രൈസ് എന്ന ഈ ഒരു അംഗീകാരം ഉപയോഗിച്ച് അവർ കോൺഫ്ലിക്റ്റ്, അതേപോലെ പോവർട്ടി കുറയ്ക്കാൻ, അതായത് ദാരിദ്ര്യം കുറയ്ക്കാൻ, ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ, ജനാധിപത്യ ഭരണത്തെ സ്വീകാര്യമാക്കാൻ, അതായത് ജനാധിപത്യ ഭരണം എല്ലാവരും മനസ്സിലാക്കാൻ, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനും പരിസ്ഥിതിയെ കാത്തു സൂക്ഷിക്കാനും പരിശ്രമിക്കണം എന്നാണ് എല്ലാവരോടും വങ്കാരി പറയുന്നത്. വങ്കാരി മത്തായി ഇൻസ്പിറേഷൻ സ്കീംസ് ഫൺ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് വിത്ത് നാച്ചുറൽ ഇൻ റൂറൽ കെനിയ. അതായത് ഈ ഒരു സ്പീച്ചിൽ വങ്കാരി ഈ പ്രകൃതിയോടൊരു സ്നേഹം അല്ലെങ്കിൽ ഇങ്ങനെ സംരക്ഷണം കാര്യങ്ങൾക്ക് വരാനുള്ള കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് വങ്കാരി മാത്ത അപ്പോൾ ഒരു ഗ്രാമീണ അപ്പോൾ കെനിയയിലെ ഒരു ഗ്രാമീണ പ്രദേശത്താണ് ജീവിച്ചത് ബാല്യകാലത്തൊക്കെ, ചെറിയ പ്രായത്തിൽ. അപ്പോൾ ആ ഒരു പ്രകൃതിയുമായുണ്ടായ ഒരുപാട് അനുഭവങ്ങളൊക്കെയാണ് ഈ ഒരു പ്രചോദനത്തിലേക്ക് അപ്പോൾ വഴി വെച്ചത് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ കെനിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്, ജർമ്മനി അപ്പോൾ എന്നിവിടങ്ങളിലൊക്കെ അപ്പോൾ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട് ഈ ഒരു വങ്കാരിക്ക്. അപ്പോൾ അതിലൂടെ ഒക്കെ ഈ ഒരു അപ്പോൾ രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ദേ ഒബ്സർവ്ഡ് ദ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ഡിഫോറസ്റ്റേഷൻ. അതായത് വനനശീകരണത്തിൻ്റെ പ്രതികൂല ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് അവർ നിരീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ ഒബ്സർവ് ചെയ്തിരുന്നു അത്രേ. അപ്പോൾ അവർ കാടുകൾ നശിപ്പിക്കുന്നത് നേരിൽ കാണുകയും ചെയ്തിരുന്നു അത്രേ. അതായത് വനങ്ങൾ വെട്ടിമാറ്റി പകരം വാണിജ്യ തോട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു അത്രേ. ഇത് പ്രാദേശിക ജൈവ വൈവിധ്യത്തെ ജലസംരക്ഷണത്തിനുള്ള വനങ്ങളുടെ ശേഷിയും നശിപ്പിച്ചു എന്നാണ് വങ്കാരി സ്പീച്ചിലൂടെ പറയുന്നത്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് തുടങ്ങാനുള്ളൊരു കാരണമാണ്. അതായത് ആഫ്രിക്കയിലെ സ്ത്രീകളൊക്കെ വീട്ടുജോലികളും കൃഷിയും നോക്കുന്നവരാണ്. അതുകൊണ്ട് പരിസ്ഥിതി നാശവും അതേപോലെ റിസോഴ്സിന്റെ കുറവും ആദ്യം കണ്ടുപിടിച്ചത് സ്ത്രീകളാണ്, അതായത് വുമൻസ് ആണ്. അപ്പൊ അവര് വാണിജ്യ കൃഷി തുടങ്ങാൻ ശ്രമിച്ചു. അപ്പൊ അവരെന്താണ് ശ്രമിച്ചത്? ഫാർം ചെയ്യാൻ വാണിജ്യ കൃഷിയായിരുന്നു. പക്ഷെ അന്താരാഷ്ട്ര വ്യാപാരം ഇവരുടെ ഉൽപ്പന്നങ്ങളുടെ വില തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് മതിയായ വരുമാനം ലഭിച്ചിരുന്നില്ല. കാരണം കുറച്ച് പൈസ മാത്രമായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത് അത്രേ.
എനബിൾ ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ്. അവരുടെ അത്യാവശ്യം കാര്യങ്ങൾ പോലും ആ ഒരു പേസ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ആ ഒരു ടൈമിലാണ് 1977 ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കുള്ള വിറക്, അതേപോലെ ശുദ്ധജലം, പോഷകാഹാരം, താമസ സ്ഥലം, വരുമാനം തുടങ്ങിയ ആവശ്യങ്ങൾ പരിഹരിക്കാനായി ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് വങ്കാരി ആരംഭിക്കുന്നത്. അപ്പൊ ഈ ഒരു മൂവ്മെന്റിലൂടെ എന്താണ് വങ്കാരി പറഞ്ഞത്? അപ്പൊ സ്ത്രീകളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് വിറക്, ഭക്ഷണം, വരുമാനം എന്നിവ നിറവേറ്റുന്നതിനായി മരം നടാനാണ് ഓരോ സ്ത്രീകളോട് വങ്കാരി പറയുന്നത്. അപ്പൊ അത് വേഗത്തിൽ ഫലങ്ങൾ കാണിക്കുകയും ആളുകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന സിമ്പിൾ ആയിക്കാണ്ടില്ല ഒരു സൊല്യൂഷനാണ്. കാരണം എന്താണ്, ഇപ്പോൾ ഒരു മരങ്ങളൊക്കെ നട്ടാൽ അത് പെട്ടെന്ന് കായ്ച്ചുകാണ്ട് അത് വിൽക്കുകയോ കഴിക്കുകയോ അങ്ങനെ എന്തും ചെയ്യാമല്ലേ. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യം മരം നടലാണ് എന്നാണ് വങ്കാരി പറയുന്നത്. അപ്പോൾ അങ്ങനെ വിറകുകൾ, പാർപ്പിടം, വിദ്യാഭ്യാസം, തൊഴിൽ, പരിസ്ഥിതി എന്നിവയ്ക്ക് വേണ്ടി 30ഓളം ലക്ഷക്കണക്കിന് മരങ്ങളാണ് എന്നിട്ട് നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട സ്ത്രീകൾ ആത്മവിശ്വാസം നേടിയെടുക്കുകയും സമൂഹത്തിനും കുടുംബത്തിലും അവരുടെ പങ്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു. കാരണം അവർക്കൊരു വിശ്വാസം വന്നു. കാരണം അവരായ മരങ്ങൾ ഇട്ട് അവരെ അധ്വാനിച്ചുകൊണ്ടല്ല അവർ അപ്പോൾ പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവർക്കൊരു വിശ്വാസം വന്നു എന്നാണ് വങ്കാരി പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ ദരിദ്രരാണെന്ന് വിശ്വസിക്കുകയും പുറത്തു നിന്നുള്ള സഹായം പ്രതീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ ജനങ്ങളും ആദ്യമൊക്കെ എന്താ വിചാരിച്ചത്, തങ്ങളുടെ പ്രശ്നം മറ്റാരെങ്കിലും വന്നുകാണ്ട് പരിഹരിച്ചോളും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. തങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഓരോ ടോട്ട്സ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നെ പതിയെ പതിയെ ആണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് അവരെ കൊണ്ട് എല്ലാം പറ്റും, സമ്പന്നരാവാൻ വേണ്ടി പറ്റും, എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഓരോ സ്ത്രീകൾക്കും മനസ്സിലാവാൻ വേണ്ടി തുടങ്ങി. A citizen education program help communities identify social, health and environmental problems. അപ്പം അതായത് സമൂഹങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയും തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനായി ഒരു സിറ്റിസൺ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വങ്കാരി ഈ ഒരു പരിപാടിയിലൂടെ ആളുകൾ സ്വയം തങ്ങളുടേതായ പ്രശ്നങ്ങളെ തിരിച്ചറിയുകയും അതിൻ്റെ കാരണങ്ങളുടെ പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അവർ തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയാനും അത് എന്ത് ചെയ്യാം എന്ന് പരിഹരിക്കാനും ഈ ഒരു പ്രോഗ്രാമിലൂടെ ഓരോ ആളുകൾക്ക് പറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ കള്ളപ്പണം, ഹിംസ, പിന്നെ മയക്കുമരുന്നുകളുടെ ഉപയോഗങ്ങൾ, രോഗങ്ങൾ, വനനശീകരണം തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഈ ഒരു സിറ്റിസൺ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ കണ്ടക്ട് ചെയ്തത്. പിന്നെ അതേപോലെ പോസിറ്റീവ് ചേഞ്ചസ് ആണ് കൊണ്ടുവരാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചത്. അത് നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കിക്കാണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ പരിസ്ഥിതിയുമായിക്കാണ്ട്, എൻവയോൺമെൻറ്റുമായിക്കാണ്ട് എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോഗ്രാമിലൂടെ, അതായത് ഒരു പൗരൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ നോക്കിയത് കേട്ടോ എന്ന് വങ്കാരി മാതാ സ്പീച്ചിൽ പറയുന്നുണ്ട്. The Green Belt movement in Kenya began with the tree planting but soon connected with the fight for democracy and peace. അതായത് അപ്പോൾ കെനിയയിലെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആദ്യം മരം നട എന്നൊരു ആശയത്തിലാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് ജനാധിപത്യ, സമാധാനത്തിനും പോരാട്ടത്തിനുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ആദ്യം ഈ മരം നടുന്നത് എന്തിനാണ്? അപ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ ഒരു ഉപകാരം വരട്ടെ എന്ന രീതിയിലാണ്. പിന്നെ ഇങ്ങനെ പരിസ്ഥിതി സംരക്ഷണത്തിന് ജനാധിപത്യ സ്വാതന്ത്ര്യം ആവശ്യമാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ നമുക്ക് എന്തുണ്ടാവും, പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി പറ്റൂ എന്നൊരു ആശയം തിരിച്ചറിഞ്ഞതിലൂടെ മരങ്ങൾ ജനാധിപത്യ പോരാട്ടത്തിന്റെ ചിഹ്നമായിക്കാണ്ട് മാറാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് ആയിരക്കണക്കിന് സാധാരണ ആളുകളെ ഭയത്തെ മറികടന്ന് അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് കണ്ട് പോരാടുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടി? ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടിട്ടോ. പിന്നെ അതേപോലെ സ്പീച്ചിൽ വൻകാരി പറയുന്നുണ്ട്. അപ്പോൾ കെനിയയിൽ ഒരു വംശീയ സംഘടന അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് നടന്നപ്പോൾ ആ ഒരു വൃക്ഷം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും അതേപോലെ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സിമ്പിളായിക്കാണ്ട് മാറി എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ കെനിയൻ ഭരണഘടന ഒരുപാട് രാജ്യം വിഭജിച്ചപ്പോൾ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്തത്? സമാധാന വൃക്ഷങ്ങളാണ് അവരവിടെ കാണിച്ചത്. പിന്നെ ഇതിനൊരു ഉദാഹരണമായിക്കാണ്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ കിക്കി
തിഗിയു ഗ്രാമത്തിലെ മൂപ്പന്മാർ തിഗി വൃക്ഷത്തിൽ നിന്നുള്ള ഒരു തടി അപ്പോൾ ഒരു കൊമ്പ് എടുത്തുകാണ്ട് തർക്കിക്കുന്നവരെ ഇടക്ക് വെച്ചാൽ ഇരുവിഭാഗവും തമ്മിലുള്ള മത്സരം അവിടെ അവസാനിപ്പിക്കണം എന്നൊരു സമ്പ്രദായം പണ്ട് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു അത്രേ. ഇത് പല സമുദായങ്ങളിലും ആഫ്രിക്ക ഏരിയയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കാലത്ത് ആ സമ്പ്രദായമൊക്കെ ഒരുപാട് മാറി എന്നാണ് വങ്കാരി പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ഹൈലൈറ്റഡ് ദ നീഡ് ഫോർ ഗുഡ് ഗവൺമെൻറ്സ്. അതായത് പരിസ്ഥിതി നാശം സംഭവിച്ചപ്പോൾ ഒരു നല്ല ഭരണകൂടം എത്ര പ്രധാനമാണെന്ന് മനസ്സിലായി. കാരണം നല്ല ഭരണകൂടം ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ലൊരു പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഉണ്ടാവില്ല എന്നാണ് വങ്കാരി പറയുന്നത്. പൂവർ ഗവർണൻസ് ഓഫ്റ്റൻ ലീഡ് ടു കോൺഫ്ലിക്റ്റ് ആൻഡ് പൂവർ ലോസ് പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. അതായത് മോശം ഭരണമാണ് പലപ്പോഴും കോൺഫ്ലിക്റ്റിനും അതേപോലെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളെ മോശമാക്കുന്നതും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മോശം ഗവൺമെൻറ് ഇല്ല ആ ഒരു ടൈമിലാണ് 2022 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റും മറ്റ് സിവിൽ ഓർഗനൈസേഷനും കെനിയൻ ജനങ്ങളും എന്നിവയുടെ ഐക്യപ്രവർത്തനം മൂലം സമാധാനപരമായി ജനാധിപത്യ മാറ്റം സംഭവിച്ചത്. പിന്നെ അതേപോലെ തന്നെ 30 വർഷങ്ങളായി പരിസ്ഥിതിയെയും സമൂഹങ്ങളെ സംരക്ഷിക്കാൻ ശ്രമങ്ങൾ നടക്കുകയാണ്. എങ്കിലും പ്രശ്നങ്ങൾ ഇന്നും തുടരുന്നു. അപ്പോൾ ഇപ്പോൾ നാം നേരിടുന്നത് ഒരു ഗുരുതരമായ വെല്ലുവിളിയാണ്. ഭൂമിയെ സുഖപ്പെടുത്താനും നമ്മുടെ ജീവന അടിസ്ഥാനമായ പ്രകൃതിയെ സംരക്ഷിക്കാനും ഒരു മനോഭാവ മാറ്റം അത്യാവശ്യമാണ് എന്നാണ് അപ്പോൾ വങ്കാരി സ്പീച്ചിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി വങ്കാരി ഒരു ചെറിയ കഥ പറയാണ്. ഒരു ഫോറസ്റ്റിൽ ഒരു കാട്ടുതീ വരാണ്. അപ്പോൾ തീ ഭയന്ന് എല്ലാ മൃഗങ്ങളും ഓടിപ്പോകാണ്. എന്നിട്ട് സേഫായി എല്ലാവരും നിന്നു. പക്ഷേ അവിടെയുള്ളൊരു ഹമ്മിങ് ബേർഡ് തീരുമാനിക്കാണ് എങ്ങനെയെങ്കിലും തീ ഇല്ലാതാക്കണമെന്ന്. എന്നിട്ട് അവിടെയുള്ള റിവറിലേക്ക് പോകുകയും എന്നിട്ട് അപ്പോൾ ബേർഡിൻ്റെ കൊക്കിൽ വെള്ളം എടുത്ത് തീക്ക് ഊറ്റിക്കാണ്. എന്നിട്ട് ഈ ഒരു കാര്യം പല തവണ ബേർഡ് ചെയ്തുകൊണ്ടേ നിന്നിട്ടോ. അപ്പോൾ ബാക്കി മൃഗങ്ങളൊക്കെ ചിരിക്കാണ്. എന്നിട്ട് നീ എന്താ ചെയ്യണത് എന്ന് ചോദിക്കാണ്. അപ്പോൾ ഇവിടെ ബേർഡിന് അറിയാം ഒരു തുള്ളി വെള്ളം പോരാ, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന ചെയ്തു എന്ന് പറയാണ്. ഇതൊരു വലിയ മെസ്സേജാണ്. വങ്കാരി പറയുന്നത് ഇതുപോലെ ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം എന്നാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോൾ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻ്റ് ആണ് വങ്കാരി പറയുന്നത്. അപ്പോൾ ഇത് കണ്ട് എല്ലാവരും മാറുമെന്നാണ്. അതായത് നമ്മളൊരു കാര്യം ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരും കൂടി വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കരുത്. നമ്മൾ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പുറകെ ഇല്ല എല്ലാവരും വരുമെന്നാണ് വങ്കാരി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി സ്പീച്ചിൻ്റെ അവസാന ഭാഗമാണ് നോക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ വീട് വളപ്പിന് അടുത്തുള്ള തോടിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നതും കുളിരുള്ള വെള്ളം കുടിക്കുന്നതും ചെമ്പിലകളിൽ കളിക്കുന്നതും തവളക്കുഞ്ഞുങ്ങളെ കാണുന്നതുമായിരുന്നു മനോഹരമായ ഓർമ്മകൾ. അപ്പോൾ ഇന്ന് ആ തോട് ഉണങ്ങിയിരിക്കുന്നു. ശുദ്ധമായ വെള്ളം കിട്ടാൻ സ്ത്രീകൾ ദൂരങ്ങൾ നടക്കേണ്ടി വരുന്നു. കുട്ടികൾക്ക് ആ ഒരു പ്രകൃതി ഭംഗിയും അത്ഭുതങ്ങളും ഒന്നും അനുഭവിക്കാൻ കഴിയില്ല. അടുത്ത തലമുറക്ക് പ്രകൃതിയെയും അതിൻ്റെ സുന്ദരത്തെയും തിരികെ കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ് അപ്പം ഈ ഒരു സ്പീച്ചിൻ്റെ അവസാനമായിക്കാണ്ട് വങ്കാരി നമ്മളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ.